ഒരു വാർത്ത. എറണാകുളത്തെ എടത്തല വില്ലേജിൽ, എടത്തല പഞ്ചായത്തിൽ PVS റിയാൽട്ടേഴ്സ് എന്ന് പറയുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരിലുള്ള 11 ഏക്കർ 46 സെന്റ് സ്ഥലം പാട്ടഭൂമി ഞാൻ തിരിമറി നടത്തി അത് സ്വന്തം ഭൂമിയാക്കി മാറ്റി എന്ന വാർത്തയും, ആ വാർത്ത ഉണ്ടാകാൻ കാരണം അങ്ങനെ ഒരു പരാതി പോവുകയും സംസ്ഥാന വിജിലൻസ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ വാർത്ത വന്നത്. അപ്പോൾ 2-3 ദിവസമായിട്ട് ഇതിങ്ങനെ നമ്മുടെ അന്തരീക്ഷത്തിൽ കിടന്ന് കളിക്കുകയാണ്. ചില വാർത്തകളൊക്കെ വന്നിട്ടുള്ളത് സർക്കാർ ഭൂമി ഞാൻ കൈവശപ്പെടുത്തി ലീസിനെടുത്തു, അതിന് ശേഷം സ്വന്തമാക്കി പോക്കുവരവ് ചെയ്തു എന്ന രീതിയിലുള്ള വാർത്തകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വസ്തുത പൊതുസമൂഹത്തെ അറിയിക്കണം, അത് വിത്ത് ദ റെക്കോർഡായിരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത്. ഈ പ്രോപ്പർട്ടി ഞാൻ എടുക്കുന്നത് ഡൽഹി ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണലിൽ നിന്നാണ്. ഇതിൻ്റെ ഓപ്ഷൻ നടന്നത് 18/9/2006 എന്ന് പറഞ്ഞാൽ ഏകദേശം 19 വർഷം ആവുകയാണ്. 2006 നടന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിൽ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു നാൾ വഴികൾ ഒന്ന് പ്രത്യേകം ചുരുക്കി പറയേണ്ടതുണ്ട്. ഈ പ്രോപ്പർട്ടി ജോയ്മാറ്റ് ഹോട്ടൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പേരിൽ ഉണ്ടായിരുന്ന 11 ഏക്കർ ഈ പറയുന്ന 43-44 സെന്റ് ലാൻഡാണ്. ഇത് ഇന്ത്യ ടൂറിസം ഫൈനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ TFCI യിൽ നിന്ന് ലോൺ എടുക്കുകയും ആ ലോണ് തിരിച്ചടക്കാൻ കഴിയാതെ പെൻഡിങ്ങിലാവുകയും അത് റവന്യൂ റിക്കവറിയിലേക്ക് പോവുകയും റവന്യൂ റിക്കവറിയുടെ ഭാഗമായിട്ട് ഇന്ത്യ ടൂറിസം ഫൈനാൻസ് കോർപ്പറേഷൻ ഡൽഹി DRTയിൽ ഇത് ഓപ്ഷന് വരികയും ചെയ്തു. ആ ഓപ്ഷനിൽ റെപ്രസെൻ്റ് ചെയ്ത ഒരു കമ്പനിയാണ് ഞാൻ ഡയറക്ടറായിട്ടുള്ള ഈ PVS റിയാൽട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. അതിൽ ഹയസ്റ്റ് ബിഡർ എന്ന നിലക്ക് 5,54,00,000 രൂപ പണമടച്ചിട്ടാണ് അതിൽ ഹയസ്റ്റ് ബിഡർ എന്ന നിലക്ക് ഈ പ്രോപ്പർട്ടി എനിക്ക് ലഭ്യമാകുന്നത്. ഇത് ലഭ്യമായതിന് ശേഷം ഈ പണമടച്ച് ഈ പറയുന്ന DRT ഈ പ്രോപ്പർട്ടി എനിക്ക് കോടതി വഴി തന്നെ കൈമാറുകയുണ്ടായി. ആ കൈമാറുന്ന സമയത്ത് കോടതി നൽകിയ ചില ഡയറക്ഷൻസ് ഉണ്ട്, DRT നൽകിയിട്ടുള്ളത്. അതിലാണ് ഈ പറയുന്ന പ്രധാനമായിട്ടുള്ള എന്താ പറയുക കൺഫ്യൂഷൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ട്, ഞാനത് വളഞ്ഞ വഴിയിലൂടെ സ്വന്തമാക്കി എന്നത്. ഇത് 15/11/2006 ഡൽഹി DRTയുടെ അതിൻ്റെ ഓർഡർ കോപ്പിയാണ്. ഇതിൽ ആ ഓർഡറിൽ പറയുന്ന ഹയസ്റ്റ് ബിഡർ ഓൾസോ ഫയൽഡ് ആപ്ലിക്കേഷൻ ഫോർ ഇഷ്യൂയിങ് ഓഫ് ഡയറക്ഷൻസ് and for exonerating them for paying the liabilities and claims disclosed in the sale proclamation, for confirmation of the sale and appointment of a receiver for handing over the possession of the property along with all the assets after preparing the necessary inventory to the auction purchaser. ഓപ്ഷൻ കൺഫേം ആയി പൈസ അടച്ചതിന് ശേഷം ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ ഇറക്കിയ ഓർഡറിൻ്റെ കോപ്പിയാണിത്. ഇതിൽ പറയുന്നത് ഒരു റിസീവർ, ഞങ്ങൾ വക്കീൽ ആവശ്യപ്പെട്ടതായിരുന്നു ഈ പ്രോപ്പർട്ടി നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ഒരു റിസീവറെ കോടതി അപ്പോയിന്റ് ചെയ്തുകൊണ്ട് ആ റിസീവറുടെ സാന്നിധ്യത്തിൽ വേണം ഈ പ്രോപ്പർട്ടി നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു. ആ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം ഈ പറയുന്ന ഈ കമ്പനിക്ക് ഒരുപാട് ലയബിലിറ്റീസ് ഉണ്ടായിരുന്നു, കോടിക്കണക്കിന് രൂപയുടെ വേറെ ലയബിലിറ്റീസ് ഉണ്ടായിരുന്നു. ആ ലയബിലിറ്റീസ് ഒന്നും നമ്മൾ ഏൽക്കില്ല എന്നും ആ ലയബിലിറ്റീസ് എക്സോണറേറ്റ് ചെയ്യണമെന്നും നമ്മൾ ഈ പ്രോപ്പർട്ടി 11 ഏക്കർ 44 സെന്റ് സ്ഥലവും
അതിലെ കെട്ടിടങ്ങളും അതിലെ ഫർണിച്ചറും അവിടുത്തെ മറ്റുള്ള ഇൻവെൻട്രികളും മാത്രമാണ് നമ്മൾ എടുക്കുന്നതെന്നും അതിന് മാത്രമാണ് നമ്മൾ ഈ പണം നിശ്ചയിക്കുന്നത് കൊടുക്കുന്നത് എന്നും നമ്മൾ കോടതിയിൽ വാദിക്കുകയും കോടതി അത് അംഗീകരിക്കുകയും ഈ പറയുന്ന എക്സ്ട്രാ ലയബിലിറ്റീസ്, കമ്പനിയുടെ ലയബിലിറ്റീസ്, നമ്മൾ കമ്പനി എടുത്തിട്ടില്ല, നമ്മൾ ഈ പറയുന്ന പണയം വെച്ചിരുന്ന ഈ 11 ഏക്കർ ചില്ലാനം ഭൂമിയും അതിലെ കെട്ടിടങ്ങളും അടങ്ങുന്ന ആ മൊത്തമുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ എടുത്തത്. അപ്പൊ കമ്പനിക്കുള്ള മറ്റ് ലയബിലിറ്റീസ് അത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണെന്നും അത് ഓപ്ഷൻ പർച്ചേസർ എന്ന നിലക്ക് PVC റിയാൽറ്റേഴ്സിന്റെ ഉത്തരവാദിത്തമല്ല എന്നും നമ്മൾ കോടതിയിൽ വാദിക്കുകയും കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യം, ഇതൊരു ലീസ് പ്രോപ്പർട്ടി എന്ന നിലക്ക് നമ്മൾ ഇനി ഇതിനാരും ലീസ് കൊടുക്കുന്നില്ല, നമ്മൾ ഓപ്ഷൻ പർച്ചേസിൽ പ്രോപ്പർട്ടി എടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ വില്ലേജ് ഓഫീസിൽ ഇത് പോക്കുവരവ് നടത്തണം, അത് PVC റിയാൽറ്റേഴ്സിന്റെ പേരിലേക്ക് ആക്കണം, മറ്റേ രജിസ്റ്റർ ഓഫീസിൽ ഇത് എൻഡോസ് ചെയ്യണം, അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ അടക്കാം എന്ന് കോടതിയിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത കാര്യങ്ങൾ മുഴുവൻ കോടതി അംഗീകരിക്കുകയാണ്. അപ്പൊ കോടതിയുടെ DRTയുടെ ഉത്തരവ് പ്രകാരമാണ് ഈ പറയുന്ന ആലുവ വില്ലേജ് ഓഫീസർ ഈ പ്രോപ്പർട്ടി പോക്കുവരവ് നടത്തി PVC റിയാൽറ്റേഴ്സിന്റെ പേരിലേക്ക് മാറ്റിത്തരുന്നത്. അത് മാറ്റിത്തരുന്നതിന് മുമ്പ് ആലുവ രജിസ്ട്രേഷൻ ഓഫീസിലേക്ക്, രജിസ്ട്രേഷൻ അതോറിറ്റിയിലേക്കുള്ള ഡയറക്ഷൻ ഉണ്ട്. എന്താണ്? ഈ ഡോക്യുമെന്റ് അവിടെ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡയറക്ഷൻ പ്രകാരം ആലുവ രജിസ്ട്രേഷൻ അതോറിറ്റിയിൽ നമ്മൾ ഈ 44 ലക്ഷത്തി ചില്ലാനം രൂപ ഫീസ് അടച്ചിട്ട് അവിടെ എൻഡോസ് ചെയ്യാണ് കോടതിയുടെ നിർദ്ദേശപ്രകാരം. അവിടെ രജിസ്റ്റർ ചെയ്യാണ്. രജിസ്റ്റർ ചെയ്ത ഡോക്യുമെന്റ് ആണ് നമ്മൾ വില്ലേജിൽ കൊടുക്കുന്നത്. ആ രജിസ്റ്റർ ചെയ്ത വില്ലേജിൽ കൊടുക്കുന്ന ആ ഡോക്യുമെന്റ്, സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ, ഒരു ഭൂമി വാങ്ങുകയാണെങ്കിൽ ആദ്യം നമ്മൾ ആധാരം എഴുതി രജിസ്റ്റർ ഓഫീസിൽ കൊടുക്കും, അവിടെ രജിസ്റ്റർ ചെയ്യും. ആ രജിസ്റ്റർ ചെയ്ത കോപ്പി കിട്ടിയാൽ നമ്മൾ പോക്കുവരവിന് വില്ലേജ് കൊടുക്കും, പോക്കുവരവ് ചെയ്യും, നികുതി അടക്കും, കൈവശം തരും. ഇതേ പ്രൊസീജിയറാണ് ഇതിലുണ്ടായിട്ടുള്ളത്. അതെല്ലാം കോടതിയുടെ ഡയറക്ഷൻ പ്രകാരമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ വളഞ്ഞ വഴിയിൽ ഇത് നടത്തി എന്ന് പറയുന്ന ആ ഒരു ഭാഗം മാത്രം വായിക്കുകയാണ്. ഇതിൻ്റെ കോപ്പീസ് നിങ്ങൾക്ക് തരുന്നുണ്ട്, വെറുതെ സമയം, കാരണം ഇത് വലിയ ഡീറ്റെയിൽഡ് ഓർഡറാണ്. അപ്പം അതിൽ നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരം അപ്ലിക്കേഷൻ ഫോർ ഡയറക്ഷൻ, ആ ആപ്ലിക്കേഷനെ കുറിച്ച് കോടതി പറയുന്നത്, ഇൻ ദ ഫസ്റ്റ് അപ്ലിക്കേഷൻ ഫോർ ഇഷ്യൂയിങ് ഡയറക്ഷൻ ഇറ്റ് ഹാസ് ബീൻ സ്റ്റേറ്റഡ് ദാറ്റ് ആഫ്റ്റർ ഡിസ്പോസൽ ഓഫ് ഒബ്ജക്ഷൻസ്, കാരണം ഇതിനെ ഇവർ ഒബ്ജക്റ്റ് ചെയ്തിരുന്നു, ആ ഒബ്ജക്ഷൻസ് മുഴുവൻ നമ്മളെ ജോയ്മാറ്റോ ഹോട്ടൽസിന്റെ ഒബ്ജക്ഷൻ മുഴുവൻ കോടതി തള്ളി. ഡിസ്പോസൽ ഓഫ് ദ ഒബ്ജക്ഷൻ, സെയിൽസ് മേ ബി കൺഫേംഡ് ഇൻ ഫേവർ ഓഫ് highest bidder and sales certificate to be issued. It has been further mentioned in the auction purchaser has availed the loan of SBI City Branch Coimbatore for raising an amount to participate in the auction. All the time of availing the loan, auction purchaser had given an undertaking to SBI. The property involved in the auction would be mortgaged in favor of CH Bank as the security. In such circumstances, SBI City Branch Coimbatore wants to register the charge in favor of bank against the property involved in the auction. A letter addressed by the State Bank of India Coimbatore branch, addressed to RO dated 28/9/2006, is annexed with the application. In the letter, it has been requested that charge in favor of SBI City Branch Coimbatore against the said property by record, title deeds and other documents pertaining to the property involved in the auction are now in custody of Tourism Finance Corporation of India. It has been requested that once the sale confirmed, Tourism Finance Corporation directed to hand over the title deeds and other documents pertaining to the property involved in the auction to the auction purchase. ആദ്യത്തെ ഓർഡറാണ്. എന്താണ്? നമ്മളിപ്പോൾ ലീസിന് ഒരു പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിൽ ആധാരമൊന്നും ആരും തരില്ലല്ലോ, ലീസ് അഗ്രിമെന്റാണ് നൽകുക. ഇവിടെ കോടതി പറയുന്നത് എന്താണ്? എന്തെല്ലാം ആധാരങ്ങളും ഡോക്യുമെന്റുകളുമാണോ ടൂറിസം ഫൈനാൻസ് കോർപ്പറേഷനിൽ ജോയ്മാറ്റോ ഹോട്ടൽസ് പണയത്തിനായി നൽകിയിട്ടുള്ളത്, ആ മുഴുവൻ ആധാരങ്ങളും രേഖകളും ഓപ്ഷൻ പർച്ചേസിക്ക് ഹാൻഡ് ഓവർ ചെയ്യണം എന്ന് പറഞ്ഞാൽ, ആദ്യം
ഒറിജിനൽ ഡോക്യുമെന്റ്സ് മുഴുവൻ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. Again, it has been requested the auction purchaser want to take the sale certificates issued from the Honorable Tribunal to the concerned register office so that the sale certificate would be entered in the register of the register office to perfect the title of the auction purchaser over the property. എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ്, ഈ പറയുന്ന ആധാരങ്ങൾ നമ്മൾ പറയുന്ന ആലുവ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഫോർ ദിസ് പർപ്പസ് ആസ് എ ഡയറക്ഷൻ ഈസ് ടു ബി ഇഷ്യൂഡ് ബൈ ദ ഹോണറബിൾ ട്രിബ്യൂണൽ. ആ ആവശ്യത്തിലേക്ക് ട്രിബ്യൂണലിൻ്റെ ഓർഡറാണ്. ട്രിബ്യൂണൽ ടു ദ സബ് രജിസ്ട്രാർ ഓഫീസ്, എടത്തല താലൂക്ക്, ആലുവ, എറണാകുളം ഡിസ്ട്രിക്ട്, കേരള, ഡയറക്റ്റിംഗ് ദം, കേട്ടോ, ഡയറക്റ്റിംഗ് ദം ടു എൻഡോസ് ദ സെയിൽസ് സർട്ടിഫിക്കറ്റ്സ് ഇൻ ദ രജിസ്റ്റർ മെയിൻറ്റെയിൻ ഇൻ ദ ഓഫീസ് ഓഫ് സബ് രജിസ്ട്രാർ. സബ് രജിസ്ട്രാർ ഓഫീസിൽ ഈ ഡോക്യുമെന്റ് രജിസ്റ്റർ ചെയ്യാൻ ഈ കോടതി ആവശ്യപ്പെട്ടിട്ടാണ് അവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. അത് കഴിഞ്ഞു. ഫർദർ ദ ഡയറക്ഷൻസ്, ഇനി ശരിക്കും കേട്ടോളൂ നിങ്ങൾ. ഫർദർ ദ ഡയറക്ഷൻസ് ഹാവ് ബീൻ റിക്വസ്റ്റഡ് ടു ബി ഇഷ്യൂഡ് ടു ദ സെഡ് വില്ലേജ് ഓഫീസ് ടു ടേക്ക് നെസസറി മ്യൂട്ടേഷൻസ്. മ്യൂട്ടേഷൻ എന്ന് പറയുന്നതാണ് ഈ പോക്കുവരവ്. ദ സെഡ് ടേക്ക് നെസസറി മ്യൂട്ടേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ദ ഓണർഷിപ്പ്, അതായത് ഓണർഷിപ്പിന്റെ മ്യൂട്ടേഷൻ ഓഫ് ദ പ്രോപ്പർട്ടി ഇൻ ദ വില്ലേജ് റെക്കോർഡ് ഇൻ ദ ഫേവർ ഓഫ് ഓപ്ഷൻ പർച്ചേസർ. ഓപ്ഷൻ പർച്ചേസറുടെ പേരിലേക്ക് ഈ പ്രോപ്പർട്ടി മ്യൂട്ടേഷൻ ചെയ്ത് കൊടുക്കാൻ 5,54,00,000 ഉറുപ്പിക നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിയ കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വില്ലേജ് ഓഫീസർ ഇത് പോക്കുവരവ് നടത്തിയിട്ടുള്ളത്. ഇതാണ് ഇപ്പം ഞാൻ കള്ളത്തരത്തിൽ ചെയ്ത് സ്വാധീനിച്ചു, കള്ളത്തരം നടത്തി, സ്വന്തം ഭൂമിയാക്കി എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ കോടതിയുടെ ഓർഡറാണ്. ഒറ്റ പാരാഗ്രാഫ് കൂടി കഴിഞ്ഞു. ആസ് ദ സെയിൽ ഹാസ് ബീൻ കൺഫേംഡ് ഇൻ ഫേവർ ഓഫ് ദ ഹയസ്റ്റ് ബിഡർ. ഹയസ്റ്റ് ബിഡർ എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള PV റിയാൽട്ടേഴ്സ്. ദിസ് ഫോറം ക്യാൻ ഹാവ് നോ ഒബ്ജെക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ദ ക്രിയേഷൻ ഓഫ് ദ മോർട്ട്ഗേജ് ബൈ ദ ഓപ്ഷൻ പർച്ചർ ഇൻ ഫേവർ ഓഫ് SBI. ഈ പ്രോപ്പർട്ടി SBIയിൽ മോർട്ട്ഗേജ് ചെയ്യുന്നതിന് കോടതിക്ക് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ അബോവ് പ്രയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സോണറേറ്റ് ചെയ്യാൻ കൊടുത്തത്, രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്, വില്ലേജ് ഓഫീസിൽ മ്യൂട്ടേഷൻ പറഞ്ഞത്, മറ്റു ചില കാര്യങ്ങളുണ്ട്. ആ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന റെസ്റ്റ് ഓഫ് ദ അബോവ് പ്രയേഴ്സ്, സ്പെസിഫിക് ആയിട്ട് ഇത് പറഞ്ഞതിന് പുറമെയുള്ള പ്രയേഴ്സ് ആൾസോ അലൗഡ് കൺസിഡറിംഗ് ദ കൺഫർമേഷൻ ഓഫ് സെയിൽ ഇൻ ഫേവർ ഓഫ് ഓപ്ഷൻ പർച്ചേസർ ആൻഡ് കൺസേൺഡ് അതോറിറ്റീസ് above where വീണ്ടും കോടതി ഡയറക്റ്റ് ചെയ്യുക. കൺസേൺഡ് അതോറിറ്റീസ് above are directed to act accordingly as requested by the auction purchaser after issue of this sale certificate. ഇതാണ് അതിൻ്റെ ഡോക്യുമെന്റ്. ഈ ഡോക്യുമെന്റ് പ്രകാരമാണ് ഈ പറയുന്ന പ്രോപ്പർട്ടി PV റിയാൽട്ടേഴ്സിന്റെ പേരിൽ ആലുവ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് അതിനുശേഷം മ്യൂട്ടേഷൻ നടത്താൻ വില്ലേജ് ഓഫീസിലേക്ക് ഡയറക്ഷൻ കൊടുത്തു. ആ കാര്യങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ച് കഴിഞ്ഞ 20-ഓളം വർഷമായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഒന്ന്. രണ്ടാമത്, ഈ സെയിൽ കൺഫേമൈസ് ചെയ്തതിന് ശേഷം ഈ ജോയ്മാറ്റ് ഹോട്ടൽസ് അപ്പലറ്റ് ട്രിബ്യൂണലിൽ അപ്പീൽ ഫയൽ ചെയ്തു. ഈ ഓപ്ഷൻ പർച്ചേസിൽ ഈ പറയുന്ന ഈ ഡയറക്ഷൻസ് ശരിയല്ല എന്ന് പറഞ്ഞു. ഡൽഹി DRAT ഡെപ്റ്റ് റിക്കവർ ട്രിബ്യൂണൽ അപ്പലറ്റ് അതോറിറ്റി ഡൽഹിയിൽ നിന്ന് തള്ളി. അത് കഴിഞ്ഞ് അവർ ഡൽഹി ഹൈക്കോടതിയിൽ ജോയ്മാറ്റ് ഹോട്ടൽസ് കേസ് ഫയൽ ചെയ്തു. ഈ ഓപ്ഷൻ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അത് തള്ളി. അതൊക്കെ 2-3 വർഷത്തെ പ്രോസസ്സാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അതും കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത് കൊച്ചിയിലാണെന്ന നിലക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കമ്പനി ബെഞ്ച് ഉണ്ട് ഹൈക്കോടതിയിൽ. ആ കമ്പനി ബെഞ്ചിൽ വന്നിട്ട് ഫയൽ ചെയ്തു, ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അതും തള്ളി. അപ്പൊ കേരളത്തിലെ ഇന്ത്യയിലെ മുഴുവൻ കോടതികളും ഈ ഓപ്ഷൻ പർച്ചേസിന്റെ ഓർഡറിനെ എതിരെ ഈ ജോയ്മാറ്റ് ഹോട്ടൽസ് തുടങ്ങിയ മുഴുവൻ കേസുകളും തള്ളപ്പെട്ടു. ഇപ്പോഴും അവൈലായി നിൽക്കുന്നത് ഇതാണ്. ഇനി അതിലേറെ വേറെ അടുത്ത സ്റ്റെപ്പ്, ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ ഈ പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ അടുത്ത പരാതി വന്നു. ആ പരാതി ആർക്കും അറിയോ?
ജില്ലാ കളക്ടർക്ക്, തഹസിൽദാർക്ക് എന്ത് പറഞ്ഞിട്ടാണ് പരാതി? ഈ നികുതി എടുത്തത് ശരിയല്ല, മ്യൂട്ടേഷൻ ചെയ്തത് ശരിയല്ല. ഈ കോടതി ഓർഡറുകളെ മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് പോയിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പരാതി നൽകി. ആ പരാതി നൽകുന്നത് 20/12/2019, സോറി 26/6/2019. ഈ കേസുകൾ മുഴുവൻ അവസാനിച്ചപ്പോൾ അടുത്ത എന്താ പറയാ, ഇതിങ്ങനെ വാർത്ത വരികയാണല്ലോ, ഇതൊക്കെ അന്ന് വാർത്തകൾ വന്നാണ്. അങ്ങനെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് പരാതി നൽകി. റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പരിശോധന നടത്തി. അവസാനം കൊടുത്ത 2019 ജില്ലാ കളക്ടർ മധ്യസ്ഥതയിൽ അദ്ദേഹത്തിന്റെ ലീഗൽഷിപ്പിൽ നടന്ന അവരുടെ ആ ആപ്ലിക്കേഷൻ തള്ളിയതാണ് ഈ 2019. ഇതിൽ പറയുന്നത് പ്രേക്ഷകൻ തഹസിൽദാർ ആലുവ, സ്വീകർത്താവ് ശ്രീമതി ഗ്രേസ് മാത്യു ജോയ് മാത്യു, മാളിയേക്കൽ വീട്, ജഡ്ജിമുക്ക്, തൃക്കാക്കര, താലൂക്ക് ഓഫീസ് ആലുവ. വിഷയം തെറ്റായ അടിസ്ഥാന നികുതി MLA ശ്രീ PV അൻവറിൽ നിന്നും ആലുവ ഈസ്റ്റ് വില്ലേജിൽ ഈടാക്കിയതിനെതിരെ താങ്കൾ സമർപ്പിച്ച പരാതി സംബന്ധിച്ച്. പിന്നെ താങ്കളുടെ പരാതി എന്ന് പറഞ്ഞിട്ട് 2-3 ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഇതിലേക്ക് സൂചനകളിലേക്ക് താങ്കൾ ശ്രദ്ധ ക്ഷണിക്കുന്നു. ആലുവ ഈസ്റ്റ് വില്ലേജിലെ ബ്ലോക്ക് 36 പഴയ സർവേ 694 എന്നീ വസ്തുക്കൾ പരാതി കക്ഷിയായ ശ്രീമതി ഗ്രേസ് മാത്യു എന്ന് പറയുന്നത് ഈ ജോയ് മാറ്റ് ഹോട്ടൽസിലെ ഒരു ഡയറക്ടറാണ്. കുടുംബത്തിന്റെയും ഗ്രേസ് മാത്യുവിന്റെയും ഭർത്താവ് ശ്രീ ജോയ് മാത്യുവിന്റെയും കുടുംബത്തിന്റെയും കുടുംബാവകാശമായിരുന്ന വസ്തു 99 വർഷത്തേക്ക് പാട്ടാവകാശം മാത്രം കൊടുത്തിട്ടുള്ളത് എന്നും, എന്നാൽ സ്ഥലം ആലുവ ഈസ്റ്റ് വില്ലേജ് ഓഫീസർ തെറ്റായി പോക്കുവരവ് ചെയ്ത് കൊടുത്തതിനെതിരെ താങ്കൾ നൽകിയിട്ടുള്ള പരാതി. അങ്ങനെ ഈ പരാതി ഇങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് വായിക്കാൻ തരാം. ഇതും തള്ളാണ്. ഇതിൽ പറയുന്ന സൂചന 5 പ്രകാരമുള്ള നിയമോപദേശം പ്രകാരം ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ കോടതിയുടെ ഉത്തരവ് പ്രകാരം ലേലം കൊണ്ട കക്ഷിക്ക് പോക്കുവരവ് ചെയ്തതായും കക്ഷിക്ക് പരാതി വസ്തുവിന്മേൽ പാട്ടവകാശം മാത്രമേ ഉള്ളൂ എന്നും ന്യൂഡൽഹി സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നുള്ള വിൽപ്പന സർട്ടിഫിക്കറ്റ് ആവശ്യമായ പത്രവില നൽകി ആലുവ സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായും കാണുന്നു. നിയമോപദേശത്തിൽ വില്ലേജ് ഓഫീസർ ചെയ്ത പോക്കുവരവ് നടപടികൾ തെറ്റല്ല എന്ന് അറിയിച്ചിട്ടുള്ളതാണ്. ഇതാണ് കോടതിയിൽ അവർ 3ാമത് റവന്യൂവിൽ പോയപ്പോൾ ഈ 2019 20/12/2019 അത് എല്ലാ ഓട്ടയും അടഞ്ഞു. 5,54,00,000 രൂപക്ക് 20 കൊല്ലം മുമ്പ് വാങ്ങിയ പ്രോപ്പർട്ടി. അതിൽ ഈ നടത്തിയ എല്ലാ വ്യവഹാരങ്ങളും തള്ളി കോടതി നൽകിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പോക്കുവരവ് നടത്തി സബ് രജിസ്ട്രാർ ഓഫീസിൽ ഈ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്ത് നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. ഇതിൽ ഒരു നിയമവിരുദ്ധമായ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വില്ലേജ് ഈ പറയുന്ന വിജിലൻസ് കേസെടുത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കത് നോട്ടീസ് വന്നിട്ടില്ല. നോട്ടീസ് വരികയാണെങ്കിൽ അതിനെ നിയമപരമായിട്ട് അതിന് മറുപടി കൊടുക്കാനും അടിസ്ഥാനരഹിതമായി ഈ കോടതികൾ മുഴുവൻ കയറി ഇറങ്ങി നിൽക്കുന്ന ഈ ഒരു സംഗതിയെ കോടതിയെ പോലും മുഖവിലക്കെടുക്കാതെ വ്യക്തിപരമായി സമൂഹത്തിന്റെ മുമ്പിൽ നമ്മളെ നാണം കെടുത്തുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തിൽ പിണറായിസത്തിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസിലെ മറ്റൊരു കേസ്, അത്രേ ഉള്ളൂ. 3ാമത്തെ വിഷയം ഞാൻ കെട്ടിടം കെട്ടിയെന്നാണ്. അപ്പൊ ആ കെട്ടിടം പൊളിക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ വേറെ ഇതേപോലത്തെ വേറെ പെറ്റീഷൻ കിടക്കുന്നുണ്ട്. 2.25 ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ഉണ്ട് ഇതിൽ. 2,75,000 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ്. ഇതിൽ 23ഓ 25ഓ കെട്ടിടത്തിന് നമ്പർ ഉണ്ട് മുമ്പത്തെ. ഈ വലിയ ഈ 1.25 ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്ന കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ജോയ് മാറ്റ് ഹോട്ടൽസ് ലോൺ എടുത്തിരുന്നത്. ആ കെട്ടിടം അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, ലോൺ അടക്കാൻ കഴിഞ്ഞില്ല. ആ നിർമ്മിച്ച കെട്ടിടം അതേപോലെ അവിടെ നിൽക്കുകയാണ്. നമ്മളത് കംപ്ലീറ്റ് ചെയ്യാൻ പോയിട്ടില്ല. അപ്പോൾ അൺകംപ്ലീറ്റഡ് ആയിട്ട് അന്ന് നിൽക്കുന്ന കെട്ടിടമാണ്. മാത്രമല്ല ഈ കെട്ടിടം നിർമ്മിക്കുന്ന കാലയളവിൽ കേരളത്തിലെ നിയമം ബിൽഡിംഗ് റൂൾസ് ഗ്രാമപഞ്ചായത്തുകൾക്ക് അപ്ലിക്കബിൾ അല്ല. ഗ്രാമപഞ്ചായത്തുകളിൽ ബിൽഡിംഗ് കെട്ടണമെങ്കിൽ ഇന്ന് നമ്മൾ പെർമിറ്റ് എടുക്കണം. പെർമിറ്റ് എടുത്തിട്ടേ കെട്ടാൻ പറ്റുള്ളൂ. ആ നിയമം വന്നിട്ട് കഴിഞ്ഞ 10-15-20 വർഷമാകുന്നേ ഉള്ളൂ. ആ ബിൽഡിംഗ് റൂൾസ് ഗ്രാമപഞ്ചായത്തുകൾക്ക് അപ്ലിക്കബിൾ ആകുന്നതിൻ്റെ
മുമ്പാണ് ഈ കെട്ടിടം കെട്ടിയിട്ടുള്ളത്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പഞ്ചായത്ത് അവിടെ കൊടുത്തിരിക്കുന്നത് കോടതിയിൽ. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു ഇഞ്ച് എന്താ പറയുക കൺസ്ട്രക്ഷനും ഇതിനകത്ത് നടത്തിയിട്ടില്ല. ഉള്ളത് തന്നെ 2.25 ലക്ഷം സ്ക്വയർ ഫീറ്റ് ATL പൊങ്ങാതെ അവിടെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇല്ലീഗലായിട്ട് വലിയ കൺസ്ട്രക്ഷൻ നടത്തി എന്ന് പറഞ്ഞിട്ടാണ് മറ്റൊരു പരാതി ഇപ്പോൾ ഹൈക്കോടതിയിൽ കിടക്കുന്നത്. അവിടെ യഥാർത്ഥ ഇഷ്യൂ ഉള്ളത് തൊട്ടടുത്ത് ആംസ് ഡിപ്പോ നിൽക്കുന്നത് കൊണ്ട് ബിൽഡിങ്ങിന്റെ ഹൈറ്റിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആ ഹൈറ്റിന്റെ റെസ്ട്രിക്ഷനെ പറ്റി അവിടെ പുതിയ കെട്ടിടങ്ങൾ കെട്ടുമ്പോൾ ആ റെസ്ട്രിക്ഷൻസിന് വിധേയമായിട്ട് കെട്ടിടം കെട്ടാൻ പറ്റൂ. അതിലപ്പുറം ഈ ഒരു വിഷയത്തിൽ നമ്മൾ നിലവിലുണ്ടായിരുന്ന കോടതി തന്ന കെട്ടിടവും ബിൽഡിങ്ങും അതിൻ്റെ അമ്യൂണിറ്റീസുമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനി ഈ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് ഹൈറ്റ് കുറക്കണമെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് കോമ്പൻസേഷൻ വരെ തരേണ്ടി വരും. കാരണം ഈ റെസ്ട്രിക്ഷനുള്ള കാലത്തല്ല ഇത് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാലോ, ഇപ്പോൾ ഇവിടെ നാട്ടിൽ ബിൽഡിങ് പൊളിക്കുകയാണെങ്കിൽ സർക്കാർ അതിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ NADക്ക് അങ്ങനെ വല്ല വിഷയങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങൾ കോടതിയിൽ പറയും. നമുക്ക് മറ്റൊരു കോടതി തന്ന പ്രോപ്പർട്ടിയാണിത്. അപ്പോൾ ഇവിടെ ഒരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ന് ഈ പറയുന്ന ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കള്ളക്കേസ് എന്നൊക്കെ പറയുന്നത് സമൂഹത്തിന് മുമ്പിൽ ആളെ അപമാനപ്പെടുത്തുക എന്നതിലപ്പുറം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വേറെ ഒരു ഉദ്ദേശത്തിലില്ല. പിന്നെ അതാണല്ലോ ഇപ്പോൾ കോടതി പറഞ്ഞ ആധാരം, ഒറിജിനൽ ആധാരം നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറഞ്ഞു. ഡയറക്ഷൻസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആ ആധാരമാണ് ആലുവ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി ഡയറക്റ്റ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 44 ലക്ഷം രൂപ നമ്മൾ അന്നത്തെ രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ടാണ് അവർ രജിസ്റ്റർ ചെയ്തത്. എല്ലാ ആധാരങ്ങളും നമ്മുടെ കയ്യിലാണ്. ഒറിജിനൽ ആധാരങ്ങൾ നമുക്ക് കൈമാറാൻ തെറ്റാണ്. കോടതി ഈ ഓർഡർ വായിച്ചത് നമുക്ക് അറിയാം. അതാ പറഞ്ഞ 44 ലക്ഷം രൂപ കൊടുത്ത് ഈ പറയുന്ന ആലുവ രജിസ്റ്റർ ഓഫീസിൽ നോക്കിയാൽ കാണുമല്ലോ. അത് കോടതിയുടെ ഡയറക്റ്റ്, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിലല്ല, കോടതിയാണ് ഡയറക്റ്റ് ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്യാൻ. അതിപ്പോൾ നോക്കണം, നമ്മളതിനെ വിൽപ്പനയെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. അങ്ങനെയാണ് നിൽക്കുന്നത്. സർക്കാരിന് ഇതിലെന്ത് ബന്ധം? പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ? കോടതിയിൽ പണയം വെച്ച പ്രോപ്പർട്ടി കോടതി നമുക്ക് തന്നു. കോടതി പറഞ്ഞ കാര്യങ്ങളല്ലേ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്. അത് കോടതിയല്ലേ തീരുമാനിക്കുക. അല്ലാന്ന് അതപ്പം ഞാൻ വായിച്ചത്. നമ്മൾക്ക് അവർക്കുണ്ടായിരുന്ന എല്ലാ സമസ്ത ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു ബിൽഡിങ് 25 കൊല്ലത്തോ 30 കൊല്ലത്തിനോ വാടക കൊടുത്തു. ആ വാടക കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? 30 കൊല്ലത്തെ വാടക ഷീറ്റ് എഴുതും. ബിൽഡിംഗ് ആരുടെ പേരിലായിരിക്കും? ആ ബിൽഡിംഗ് ഓണറുടെ പേരിലായിരിക്കും. മറ്റവർക്ക് ലീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ആധാരമായിരിക്കും ഓണർഷിപ്പ്, ആധാരം, പ്രോപ്പർട്ടി ഒക്കെ അവരുടെ കയ്യിലായിരിക്കുമല്ലോ. ഇതല്ലല്ലോ. ഇത് പണയം വെച്ചിട്ടാണ് ഈ പൈസ ഇവർ വാങ്ങുന്നത്. ഈ പ്രോപ്പർട്ടിയുടെ സെക്യൂരിറ്റിയിലാണ് പൈസ ബാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ സെക്യൂരിറ്റി പ്രോപ്പർട്ടിയാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. ആ പ്രോപ്പർട്ടിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതാണ് കൃത്യമായ ഓർഡറിൽ പറയുന്നത്. അല്ല, അത് പറയാന്ന്, അതല്ലേ പച്ചക്കള്ളാന്ന് പറഞ്ഞത്. അതിൻ്റെ ഓർഡറല്ലേ കാണിക്കുന്നത്. കോടതിയുടെ നടപടികളുടെ ഭാഗമായിട്ടല്ലേ പോക്കുവരവ് നടത്തിയത്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പിന്നെ എവിടെയാണ് ഈ അധികാര ദുർവിനിയോഗം? നമുക്കതിലെന്ത് റോള്? അല്ല, അതൊക്കെ ബാങ്ക് തീരുമാനിക്കണേ. നമ്മൾ ആ പ്രോപ്പർട്ടി ഓപ്ഷന് വെച്ച് നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങി. ഒരു പ്രോപ്പർട്ടി ഓപ്ഷന് നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ എന്താ നിങ്ങൾക്ക് കിട്ടി? അത് നമുക്ക് കിട്ടി, അത്രേ ഉള്ളൂ. സോ സിമ്പിൾ. പെർമിറ്റ് ഇല്ല. പുതിയ കെട്ടിടം അന്ന് പെർമിറ്റ് വേണ്ടത് പണിയുമ്പോൾ പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അത് empty ആയി കിടക്കുകയാണ്. സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ, പണി കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്തിലെ നമ്പർ തരണമെങ്കിൽ നമ്മൾ പണി കഴിക്കണ്ടേ? ചുമര് വെക്കണം, ജനൽ വെക്കണം, വാതിൽ വെക്കണം, ഫയർ ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതങ്ങനെ സ്ട്രക്ചറായി കിടക്കുക. അത് കൂടാതെ തന്നെ 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് നമ്പറുള്ള കെട്ടിടങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ഥിതി. ഇപ്പോൾ നമ്മളെ വയനാട്ടിലെ ഇഷ്യൂ തന്നെ. ഇപ്പം ഈ 10 ഏക്കറിൻ്റെ പിന്നാലെ ഈ കള്ളക്കേസ് കൊടുത്ത് നടക്കുന്ന ഗവൺമെൻറ് ഇവിടെ ഏകദേശം 50 ലക്ഷത്തോളം ഏക്കർ ഭൂമി
കേരളത്തിലെ വിവിധ എന്താ പറയുക പ്ലാന്റേഷൻ കമ്പനികളുടെ കയ്യിലാണ് ഈ മലയോര മേഖലയിൽ മുഴുവനുള്ള ഈ കാപ്പിയും തേയിലയും തോട്ടങ്ങൾ. അത് 99 വർഷത്തിന് ബ്രിട്ടീഷുകാരുടെ കാലത്ത് കൊടുത്തതാണ്. അതിലൊരു ഇഞ്ച് ഭൂമി തിരിച്ചു പിടിക്കാൻ സർക്കാർ ഇന്ന് വരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പൊതുസ്വത്താണ് ഇത്. PV അൻവർ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കോടതിയിൽ നിന്ന് ഓപ്ഷനിൽ വാങ്ങിയ പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ പേരിൽ കള്ളക്കേസ് എടുക്കുമ്പോൾ ഇവിടെ 5 സെന്റ് സ്ഥലം വയനാട്ടിലെ പാവപ്പെട്ട ഈ മനുഷ്യർക്ക് പോലും കൊടുക്കാൻ ഭൂമിയില്ല. ആ ഭൂമി ഇപ്പോൾ വിലക്ക് വാങ്ങാനാണ് നിൽക്കുന്നത്. എന്താണ് ഇപ്പോൾ എസ്റ്റേറ്റുമായിട്ടുള്ള ഡീല്? ആ പ്രോപ്പർട്ടി സർക്കാർ ലീസിന് കൊടുത്ത പ്രോപ്പർട്ടി 99 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ച് സർക്കാരിന് കൊടുക്കാത്ത പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി പോയിട്ടാണ് ഇപ്പൊ കേസ് കിടക്കുന്നുണ്ട്. ആ കേസുള്ള പ്രോപ്പർട്ടിയാണ് വിലക്കാർ വാങ്ങുന്നത്, സംസ്ഥാന സർക്കാർ വാങ്ങുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയതാണ്. കേരളത്തിലെ എല്ലാ കേസുകളും ഇപ്പോൾ ഈ 99 കൊല്ലത്തിന് ലീസിന് കൊടുത്ത ലക്ഷക്കണക്കിന് വരുന്ന ഈ ഹൈറേഞ്ചിലുള്ള പ്രോപ്പർട്ടികൾ മുഴുവൻ സർക്കാരിന്റെ കയ്യിൽ നിന്ന് പോകാൻ പോവുക. കാരണം എന്താ? ആ പ്രോപ്പർട്ടി ഞങ്ങളതാണ് എന്നാണ് 99 കൊല്ലം ഞങ്ങൾ കൈവശം വെച്ചത് കൊണ്ട് ഞങ്ങൾക്കതിൽ അവകാശമുണ്ട് എന്നാണ് ഈ ലക്ഷക്കണക്കിന് കാപ്പിത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും കൈവശം വെക്കുന്ന ഈ കമ്പനികളുടെ വാദം. ആ വാദത്തെ അംഗീകരിച്ചു കൊടുക്കുകയാണ്. പൈസ കൊടുത്ത് ആ ഭൂമി വാങ്ങിയാൽ ആ കേസിൽ ആദ്യം ഈ കമ്പനികൾ കൊണ്ടുവരുന്ന ഡോക്യുമെന്റ് ആയിരിക്കും. സർക്കാരിന്റെ ഭൂമിയാണെങ്കിൽ പിന്നെ അങ്ങോട്ട് എന്തിനാ വയനാട്ടിൽ ഈ സ്ഥലം വിലക്ക് വാങ്ങിയത്? അതുകൊണ്ട് ഞങ്ങളെ ഭൂമി ഏതാണ്ടാണല്ലോ സർക്കാർ പൈസ കൊടുത്തു എന്ന് പറയുന്ന ഒരു വാദം വരാൻ പോവുകയാണ്. കേരളത്തിലെ ഒരു ഭൂമിയും സർക്കാരിന് ലീസിന് കൊടുത്ത് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത വലിയ ഒരു ഗൂഢാലോചന. സർക്കാരിന്റെ കയ്യിൽ സർക്കാർ ലീസിന് കൊടുത്ത ഈ പ്രോപ്പർട്ടി വിലക്ക് വാങ്ങുന്നതോടുകൂടി ഈ പറയുന്ന മലയോര മേഖലയിൽ ഹൈറേഞ്ചിലുള്ള മുഴുവൻ ഭൂമികളും നാളെ സർക്കാരിന് തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇത് പോവുകയാണ്. അതാണ് ഇതിന്റെ മറ്റൊരു ഭാഗം. ഒരിക്കലും അത് മുറിച്ചു വെക്കാൻ കഴിയുന്നതല്ല. കാരണം അതിന് ഓണർഷിപ്പ് ആർക്കാണ്? സർക്കാരിനാണ്. ഇവർക്ക് ലീസ് റൈറ്റേ ഉള്ളൂ. ആ ലീസ് റൈറ്റ് ഉള്ള ഈ ഭൂമികൾ തിരിച്ചു പിടിക്കാൻ ഒരു നടപടിയും ഒരു സർക്കാരും സ്വീകരിക്കുന്നില്ല. അപ്പം ഈ പറയുന്ന എസ്റ്റേറ്റ് ഉടമകൾ എന്ന് പറയുന്നത് കേരളത്തിന്റെ ഏകദേശം 15% ഭൂമി അവരുടെ കൈവശമാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പാട്ടത്തിന് കൊടുത്ത ഭൂമിയാണ്. ആ ഭൂമിയിൽപ്പെട്ട ഭൂമിയാണ് ഇപ്പോൾ വയനാട്ടിലെ ഈ ദുരന്തത്തിന് വേണ്ടിയിട്ട് ഇവരെ രണ്ടാമത് റീസെറ്റിൽമെന്റിന് വാങ്ങിയിട്ടുള്ള ഭൂമി വിലക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ എല്ലാ കേസുകളും തോറ്റുപോകും. ഇവിടെ അത്യാവശ്യം വിവരമുള്ള പത്രക്കാരുണ്ടല്ലോ, നിങ്ങളൊന്ന് വക്കീൽമാരോട് ചോദിച്ചാൽ മതി. നിലവിൽ സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസുകളെ പരാജയപ്പെടുത്താനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗം കൂടിയാണ് സർക്കാരിൻ്റെത് എന്ന് പറയുന്ന ഭൂമി സർക്കാർ വില കൊടുത്ത് വാങ്ങുകയാണ്. ആ വില കൊടുത്ത് വാങ്ങുന്നതോട് കൂടിയിട്ട് സർക്കാർ അത് അംഗീകരിക്കില്ലേ, സർക്കാരിന്റെ ഭൂമിയെല്ലാം. ആ വാദമാണ് ഇനി കോടതിയിൽ വരാൻ പോകുന്നത്. ഇതാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇതൊക്കെ അത് തന്നെയല്ലേ. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആകെ അഴിമതി, പണമുണ്ടാക്കാനുള്ള മാർഗങ്ങൾ മാത്രം അന്വേഷിച്ച് നടക്കുകയാണ്. ഇപ്പോൾ വയനാട്ടിൽ ഇത്രയും വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കേണ്ട കാര്യം എന്താണ്? കൃത്യമായ അഴിമതിയാണ്. കാരണം ഈ എസ്റ്റേറ്റുകാരോട് ഇപ്പോൾ ഈ വയനാട്ടിലൊരു വില, നിങ്ങളൊക്കെ ഇഷ്ടംപോലെ വയനാട്ടിൽ പോകുന്ന അവിടേക്ക് ഒരു എസ്റ്റേറ്റിന്റെ വില എന്ന് പറയുന്നത് ഇപ്പം 10,000, 12,000, 15,000 രൂപയൊക്കെയാണ് പരമാവധി ഒരു സെന്റിന്റെ വില. ആ സെന്റ് വിലക്ക് ഭൂമി അവിടെ ഇഷ്ടംപോലെ നല്ല ഭൂമി തന്നെ കിട്ടാനുണ്ട്. ആ ഭൂമി പോയി എടുക്കാതെ ഇതെല്ലാം കൂടെ ഒറ്റ സെറ്റിൽമെന്റ് ആക്കണം. അതിന് 100 കണക്കിന് ഏക്കർ ഭൂമി വേണം. ആ ഭൂമി എസ്റ്റേറ്റ് ഉടമകളുടെ അടുത്തേ ഉള്ളൂ. എന്നിട്ട് അവിടെ പോയിട്ട് നോട്ടീസ് കൊടുക്കുക. എന്നിട്ട് ഗവൺമെന്റിന്റെ ഈ പറയുന്ന ഈ ഗൂഢാലോചനയുടെ ഭാഗമുള്ള ആളുകൾ തന്നെ അവർക്ക് ഉപദേശം കൊടുക്കുക, നിങ്ങൾ കോടതിയിൽ പോയിക്കോ. കോടതി എന്താ പറയാ? സ്വാഭാവികമായിട്ടും സർക്കാരിന് ഈ സെറ്റിൽമെന്റിന് ആവശ്യമുള്ളവർക്ക് ആ ഭൂമി കൊടുക്കണം. പക്ഷേ സർക്കാർ മാന്യമായ വില കൊടുക്കണം. അപ്പൊ മാന്യമായ വില എന്നുള്ളത് ആരാ തീരുമാനിക്കുക? ഇതിന്റെ ഉടമസ്ഥരാണ്. അപ്പൊ 10,000 രൂപക്ക് കിട്ടുന്ന ഭൂമി ഇനി 50,000-നും 1,00,000-നും സെന്റിന് വരെ വാങ്ങിയാൽ പോലും ഒന്നും പറയാൻ പറ്റില്ല. എന്താ പറയാ? കോടതി പറഞ്ഞാണ്. അപ്പൊ എല്ലാത്തിനും എന്താ പറയാ? അത് മാത്രമാണ് ഈ സ്റ്റേറ്റിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് 1000 ചില്ലാനം ആളുകൾ ഇപ്പോഴും ബന്ധപ്പെട്ട് നടക്കുക. 576 കോടി ജനങ്ങൾ കൊടുത്ത പൈസ ഉണ്ട്.
ആയിരക്കണക്കിന് വീട് കൊടുക്കാൻ ജനങ്ങൾ തയ്യാറായിട്ട് ഇവിടെ പലരും വന്നാണ്. എല്ലാം തടഞ്ഞു നിർത്തി ഈ ഒരൊറ്റ അഴിമതിക്ക് വേണ്ടിയിട്ട്. വാടക പോലും കൊടുക്കാൻ കഴിയാതെ വാടക കൊടുക്കുമെന്ന് പറഞ്ഞ് വാടക വീട്ടുകളിലേക്കും ക്വാർട്ടേഴ്സുകളിലേക്കും മാറിയ മനുഷ്യർ വാടക കിട്ടാതെ നട്ടം തിരിയാ വയനാട്ടിൽ. ആരാ ചോദിക്കാനും പറയാനും? ഇതാണ് ഗവൺമെന്റിന്റെ ഇന്നത്തെ രീതി. അവിടെ ഉണ്ട്. ഒരു പഠന വിധേയമാക്കാനുള്ള സാധനമുണ്ട്. എൻ്റെ അഭിപ്രായം ആനകളെ തീറ്റിപ്പോറ്റണം എന്നല്ല, എണ്ണം കൂടിയതിനെ വെടിവെച്ച് കൊല്ലണം എന്നല്ല അഭിപ്രായം. അതാണല്ലോ 1972 വന്യമൃഗ സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തണം എന്ന് പറയുന്നത്. അതിലൊരു മാറ്റവും. ഈ കാട്ടിൽ വസിക്കാൻ കഴിയാത്ത വിധം പെറ്റുപെരുകിയിട്ടുള്ള വന്യമൃഗങ്ങളെ ലോകരാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെ വെടിവെച്ച് കൊല്ലാൻ നിയമത്തിൽ ഭേദഗതി വേണം. അതിന് തർക്കമില്ല. മലയോര വിഷയവുമായി ബന്ധപ്പെട്ട് ആര് എന്ത് ന്യായമായ സമരങ്ങൾ നടത്തിയാലും അതിന് പാർട്ടിപരമായും വ്യക്തിപരമായിട്ടും നമ്മൾ പിന്തുണ കൊടുക്കും. അതൊക്കെ നിങ്ങൾക്കുള്ള ഇഷ്യൂ ആണ്. നിങ്ങളൊക്കെ പത്രം വായിക്കുന്നവരാണല്ലോ. ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിൻ്റെ ട്വീറ്റ് നിങ്ങളൊക്കെ കണ്ടതാണ്. പിന്നെ ഈ പറയുന്നത് പോലെ പലതും പറയും, സ്വാഭാവികമാണല്ലോ. അതൊക്കെ അതെ, ഏകപക്ഷീയമായി പെരുമാറേണ്ടവരോട് ഏകപക്ഷീയമായിട്ട് തന്നെ ഞാൻ പെരുമാറും. അതിന് തർക്കമൊന്നുമില്ല, അതിലൊരു വിട്ടുവീഴ്ചയില്ല. അല്ല, നമ്മളെ പാർട്ടിയായിട്ട് മുന്നോട്ട് പോകത്തേ ഉള്ളൂ. അല്ല, അതൊക്കെ ആര് പറയുന്നത്? അത് ഈ പാർട്ടിപ്പെട്ടവരല്ലേ പറയണ്ടത്. റോട്ടിൽ കൂടെ തെണ്ടണമെന്ന് പറഞ്ഞതിന് മറുപടി അറിയാൻ നടക്കാൻ ഞാൻ എങ്ങനെ 2021 ഇവിടുത്തെ എല്ലാ കമ്മിറ്റികളും ഡിസോൾവ് ചെയ്തതാണ്. അത് നിങ്ങൾ അവിടെ ATCയുടെ സൈറ്റിൽ കയറി നോക്കിയാൽ കാണും. പിന്നീട് കമ്മിറ്റി ഇവിടെ ഇല്ല. ഇതൊക്കെ ഇപ്പം ഈ പറഞ്ഞതുപോലെ ഈ കേസ് ആരാണോ മറ്റേ ഈ പറയുന്ന വിജിലൻസ് അന്വേഷിക്കുന്നത് അവർ തന്നെയാണ് ഇതിനൊക്കെ പിന്നിൽ. ആ ഒരു മോട്ടീവേ ഉള്ളൂ. അല്ല, അത് നീണ്ടോട്ടെ, കുഴപ്പമില്ല. 15 മാസമല്ലേ ഇനി ഇലക്ഷന്. ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. പിന്നെ അനുസരിക്കുമല്ലോ. വരട്ടെ, അപ്പം നമുക്ക് നോക്കാം. ഇല്ല, ഒരു വിവരങ്ങളില്ല. തെരഞ്ഞെടുപ്പ് വരട്ടെ, അപ്പം നമുക്ക് നോക്കാം. അതിലൊക്കെ നമുക്ക് കൃത്യമായ നയമുണ്ടല്ലോ. പിണറായി സത്തെ പരാജയപ്പെടുത്താനുള്ള രാഷ്ട്രീയ മുന്നേറ്റത്തിൽ നമ്മൾ സഹകരിച്ച് തന്നെ മുന്നോട്ട് പോകും. അപ്പം ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഓക്കെ.